ഇനി പോകുന്നത് നേരെ കുന്നംകുളത്തേക്കാണ്. അവിടെ കോൺഗ്രസ് BJP ഡീൽ എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ആരോപണത്തിന് മറുപടി നൽകുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി PT അജയ് മോഹൻ. CPM-ഉം BJP-യും തമ്മിലാണ് ഡീലെന്നും UDF-ന് ഡീലിന്റെ ആവശ്യമില്ലെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാക്കുകയാണ് കോൺഗ്രസ്. ഇത് കേരളത്തിൽ പലവട്ടം പരീക്ഷിച്ചതാണ്. ആ പരീക്ഷണം ഇവിടെ വിലപ്പോവില്ല എന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. വൃത്തികെട്ട രാഷ്ട്രീയം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഏതിന്റെ പേരിലായാലും നല്ലതല്ല. BJP മികച്ച പ്രകടനം നടത്തിയിരുന്ന മണ്ഡലത്തിൽ സീറ്റ് NDA ഘടകകക്ഷിയായ BDJS-ന് നൽകിയത് ഡീൽ ആണെന്നായിരുന്നു CPM-ന്റെ ആരോപണം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാറിനെ മണലൂരിലേക്ക് മാറ്റിയതും BDJS സ്ഥാനാർത്ഥി KR റജീലിന് സീറ്റ് നൽകിയതും ധാരണപ്രകാരമായിരുന്നു എന്നാണ് വിമർശനം. ഈ ആരോപണമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി തള്ളിയത്. അങ്ങനത്തെ ഒരു ഡീലിന്റെ ആവശ്യം ഐക്യജനാധിപത്യ മുന്നണിക്കോ കോൺഗ്രസിനോ ഇല്ല. പിന്നെ BDJS-ന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം. അദ്ദേഹം BDJS-ന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ ബിസിനസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആ ബിസിനസ് വളരെ സുലഭമായി രാത്രി 12 മണി വരെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തത് ഞങ്ങളാരുമല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഈ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സംശയിക്കുന്നത്. സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും CPM BJP ഡീൽ ഉണ്ടെന്നും PT അജയ് മോഹൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട കൊടിയ മർദ്ദനം പ്രചാരണ വിഷയമാക്കും. ഒരു പേടി സ്വപ്നമായിരുന്നില്ലേ ഈ സുജിത്തിനെ മർദ്ദിച്ച വാർത്ത പുറത്തു വന്നപ്പോൾ? അത്രത്തോളം ക്രൂരമായി പോലീസിന് എങ്ങനെ പെരുമാറാൻ സാധിച്ചു എന്നാണ് ഇവിടുത്തെ മെയിൻ ചർച്ച. മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായ AC മൊയ്തീനെതിരെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ചർച്ചയാക്കാനും UDF ശ്രമിക്കുന്നുണ്ട്. മീഡിയ 1 തൃശൂർ.